നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ലൂസിഡ് എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാർ ബ്രാൻഡിൻ്റെ ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ളത് അവരുടെ SUV ആണ്. SUV നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രാവിറ്റി എന്ന മോഡലാണ്. ഈ മോഡലിൻ്റെ പ്രത്യേകത ഇതൊരു ഡുവൽ മോട്ടർ മോഡലാണ്. ഏകദേശം ഒരു 800 കിലോമീറ്റേഴ്സ് റേഞ്ചുണ്ട്. 792 BSP മോട്ടറാണ് ഇതിനകത്ത്. ഒരു 123 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 75-79 തോന്നുന്നു മാക്സിമം. ഇത് 123 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. എന്ന് മാത്രവുമല്ല 3.2 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗം. വമ്പൻ SUV ആണ്, വമ്പൻ വലിയ SUV. എന്തായാലും കാഴ്ചകളൊക്കെ വളരെ രസികൻ മോഡലാണ്. ഈ ലൂസിഡിൻ്റെ സഫയർ, അതുപോലെ തന്നെ എയർ എന്ന് പറയുന്ന ഒരു കാണുന്ന സെഡാനാണ്. സെഡാനും ഇതും ഈ രണ്ട് മോഡൽസ് ഇവർക്കുള്ളൂ. ആ സെഡാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1234 BSP മോട്ടറാണ്. ആലോചിച്ച് നോക്കുക, വെറും 2 സെക്കൻഡ് മതി. 2 സെക്കൻഡ് വേണ്ട, 1.9 സെക്കൻഡ്സ് മതി അതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. എന്ന് തന്നെയല്ല, ട്രൈ മോട്ടർ മോഡലുണ്ട്. നമ്മളെപ്പോഴും ഡുവൽ മോട്ടർ വരെയാണ് കേട്ടിരിക്കുന്നതെങ്കിൽ 3 മോട്ടർ, അത് ബാക്കിലെ ആക്സലിൽ 2 മോട്ടർ, ഫ്രണ്ടിൽ 1 മോട്ടർ, അങ്ങനത്തെ മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം ഗ്രിപ്പ് ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. അതിനൊക്കെ പക്ഷേ ആൾക്കാർക്ക് താല്പര്യം ഇതാണ്. കാരണം ഇതൊരു 7 സീറ്റർ SUV ആണ്. ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉൾക്കാത്തുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ കാഴ്ചയിൽ രസകരമായ മോഡൽ. താഴെയായിട്ടാണ് ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫോഗ് ലാമ്പ്, താഴെയായിട്ട് വലിയ എയർ ഡാം ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു അലാസിൻ്റെ ലെവൽ 3 വരെ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോണമസ് അല്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വണ്ടികളുടെ പോലെയൊക്കെ തന്നെ ഏതാണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഓട്ടോണമസ് ഫീച്ചേഴ്സും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഓടിക്കണമെങ്കിൽ ഡ്രൈവർ തീർച്ചയായിട്ടും വേണം. വളരെ വലിയ പിരലി ടയേഴ്സൊക്കെയാണ്. വിശാലമായ നല്ല ഭംഗിയുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഈ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നോക്കുക. അല്പം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ എയർ സസ്പെൻഷൻ ഉണ്ട്. എയർ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 5 ഇഞ്ചസ് 9 ഇഞ്ചസ് ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു അവസ്ഥയിലും നല്ല ഹൈവേ ആണെങ്കിൽ ഏറ്റവും ലോ പ്രൊഫൈലിൽ നമുക്ക് ഓടിച്ചാൽ സാധിക്കും. നീളം കണ്ടോ, എത്ര നീളമാണ്. അതുപോലെ ഇവിടെ ഈ ഒരു ഭംഗിയുള്ള രീതിയിലുള്ള ഒരു എലമെൻ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിൻഭാഗത്തേക്ക് വരുമ്പോൾ, പിൻഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബസ് പോലെ വീണ്ടും അത്രയും വിശാലമാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സീറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ഒരു താഴേക്ക് വെച്ചിട്ട് ഒരു ഫുൾ ഫ്ലാറ്റ് ഫ്ലോർ ആക്കി മാറ്റാം. ഇവിടെയൊക്കെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും ഇതാണ്, മാഗ്നറ്റാണ്. അതിങ്ങനെ വെച്ചാൽ അടഞ്ഞോളും. അതുപോലെ വെഹിക്കിൾ ടു ലോഡ് ഫംഗ്ഷനൊക്കെ ഉണ്ട്. മറ്റ് സാധനങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉപാധികളൊക്കെ കാണാം എത്ര വലിയൊരു വാഹനമാണ് ഇതെന്നുള്ള കാര്യം ക്ലോസ് ചെയ്യാം. ഗ്രാവിറ്റി ടൂർ, ഇത് ഗ്രാൻഡ് ടൂറിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാര്യത്തിലാണ് ഞാനീ പറഞ്ഞത്. ഇത്രയും മൈലേജ് റേഞ്ചൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റ് എന്ന് പറയുന്നത്. തേർഡ് റോയിലേക്ക് കിടക്കണമെങ്കിൽ ഇത്രയും സ്പേസ് തേർഡ് റോയിലുണ്ട്. മോശമില്ലാത്ത സ്പേസ് അവിടെ ഉണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇഷ്ടം പോലെ സ്പേസാണ്. എന്നാൽ തന്നെയല്ല, നമുക്കിത് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്ലാൻഡ് ചെയ്യാം. സ്ലാൻഡിങ് പൊസിഷൻ ഇങ്ങനെ നമുക്ക് കണ്ടെത്താം. വലിയ ആംബ്രസ്റ്റ്, കപ്പ് ഹോൾഡേഴ്സ്, പിന്നിലേക്കും ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു സാധനം, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. ഫുൾ ഗ്ലാസ് ഏരിയ ആണ്. അതായത് ഏറ്റവും പിന്നെ വരെ ഗ്ലാസ് ഏരിയ ആണെന്നുള്ളതുകൊണ്ട്. പക്ഷെ അതിൽ ഇതൊന്നുമില്ല കേട്ടോ, കവർ ചെയ്യാനൊന്നും പറ്റില്ല. എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ ഇരിക്കുന്ന രീതി തന്നെയാണ്. എന്നാൽ സ്പേസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇഷ്ടംപോലെ സ്പേസ്. അതുപോലെ ഗ്ലാസ് രസമാണ്. ഇവിടെ കണ്ടില്ല, ഫ്രെയിംലെസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്ലാസ് താത്താം. ഫ്രെയിംലെസ് ഡോറായിട്ട് ഗ്ലാസ് ഇങ്ങനെ താത്തിയിട്ട് പിന്നെ ഇത് പൊക്കിയിട്ട് ഒന്നുകൂടെ ഇതിൽ പ്രസ് ചെയ്താൽ സൺബ്ലൈൻഡോട് ഉയർന്നു വരുന്നു. അതിൻ്റെ സ്പേസ് ഇവിടെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിന് ഈ ഒരു ഗ്ലാസ് ഏരിയ ഉണ്ടോ, ഫൈറ്റർ ജെറ്റിൻ്റെ ഒക്കെ പോലെ രസമുള്ള ഗ്ലാസ് ഏരിയയാണ്. ഫുൾ ഗ്ലാസ് ഏരിയ ഉണ്ടോ. ഫ്രണ്ടിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഇതാണ് ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് വീലിലൊക്കെ രൂപം ഭയങ്കര രസമാണ്. തന്നെ ഇത് കണ്ടില്ലേ, ഡ്രൈവർ സെൻട്രിക് അതൊന്ന് ചെരിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സ്ക്രീനാണ്. ശരിക്കും ഒരു കോമ്പിനേഷൻ ഓഫ് 3 സ്ക്രീൻസ് എന്നാണ് പറയുന്നത്. കൂടാതെ ഇവിടെയുണ്ട് വലിയ സ്ക്രീന്. ഇതിൽ കാണുന്നത് പലതരത്തിലുള്ള റിജർവേഷൻ ബ്രേക്കിങ്ങിൻ്റെ മോഡൊക്കെ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇങ്ങനെ. പിന്നെ സൈഡ് വ്യൂ മിറേഴ്സിന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ വരും. ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാം. അടിച്ചാൽ സേവായി.
പിന്നെ 3 തരത്തിലുള്ള 3 ഡ്രൈവ് മോഡുകളുണ്ട്. സ്മൂത്ത്, സ്വിഫ്റ്റ്, സ്പ്രിന്റ്. ഇതാണ് ഏറ്റവും കൂടിയ മോഡ്, സ്പ്രിന്റ് എന്ന് പറയുന്നത്. ഇത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്റെ മോഡ്. ബാക്കി എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം ഉണ്ട്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് അത്തരം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. ഇതാണ് ഇതിന്റെ കീ ഇതാണ്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് സ്പേസ് ഇഷ്ടം പോലെ സ്പേസ് ആണ്. അതുപോലെ വീൽ ബേസ് ഉള്ളൊരു മോഡലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇത് എങ്ങും അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു ഫ്ലാപ്പൊക്കെ നിൽക്കുന്നില്ല, ഈ ഗ്ലാസ്സിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നല്ല രസമുള്ളൊരു കൺസോളിൻ്റെ മുകളിലൊരു സംഭവം അങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ഓടിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ പറയില്ല, നമ്മളെ ഓടിക്കാൻ അനുവദിക്കില്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല. ഇതാണ് ഡ്രൈവ് സെലക്ടർ, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കൊക്കെ ഒരു കുറച്ചുകൂടി വില കുറഞ്ഞ് കുറച്ചുകൂടി ബാറ്ററി പാക്ക് ചെറിയ മോഡലൊക്കെ ഇറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ഓട്ടോണോമസ് ആക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല ഡ്രൈവ്. കാരണം എല്ലാ സംഭവങ്ങളുണ്ട്, ഗവൺമെൻറ് പെർമിഷനും അതുപോലെ ഒരു കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും. ഇതിൽ ഉപയോഗിച്ചിരുന്ന കളേഴ്സ് ആയാലും ഇൻറ്റീരിയറിൻ്റെ ആ ഒരു രീതികളും ഒക്കെ, ഡിസൈൻ രീതിയൊക്കെ ഭയങ്കര രസകരമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു സാധനമുണ്ട്. അതും ആദ്യമായിട്ട് ഞാൻ ഈ വാഹനത്തിലാണ് കാണുന്നത്. അതായത് നമുക്കിതിൻ്റെ ബൂട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് സ്പേസ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു സോഫയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം വെളിയിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് കാണാം അല്ലേ, അതൊക്കെ നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് ഫ്രണ്ട് ഇത് അല്ലേ, വെളിയാക്കാം. അപ്പോൾ നമ്മൾ ഇത് തുറന്നിട്ടുണ്ട്. ഇതാണ് സാധാരണ എല്ലായിടത്തും ഇവിടെ കൂടെ ക്ലോസ്ഡ് ആയിരിക്കും. ഇത് പക്ഷേ നമുക്ക് ഇങ്ങനെ ഇരിക്കാമെന്ന് മാത്രമല്ല, ഇതിലൊരു സോഫ എന്ന് പറയുന്നത് ആക്സറി ആയിട്ട് കിട്ടും. അത് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു സോഫ ഇരിക്കുന്ന പോലെയാണ്. അപ്പം ഔട്ടിങ്ങിനൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അത്തരം പല കാര്യങ്ങളും ചെയ്യാം. ഇവിടെ കപ്പ് ഹോൾഡർ പോലും കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പോലും പറയാം. ഒരു കപ്പ് വെച്ചിട്ട് ചായ കുടിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് ഇവിടെയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഡീലാണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം. വളരെ സൗകര്യപ്രദമായ സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലോകത്തിൽ നിലവിലുള്ള പ്രൊഡക്ഷൻ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന വാഹനങ്ങളാണ് രണ്ടും, യൂസറിൻ്റെ എയർ ആയാലും ഗ്രാവിറ്റി ആയാലും. കൂടാതെ ഒന്ന് ആലോചിച്ച് നോക്കുക, 1234 BSP മോട്ടറൊക്കെ ഉള്ള ഗംഭീര സഡാനാണ്. എയർ എന്ന് പറയുന്നത് 3 മോട്ടർ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് 1-2 പ്രോട്ടോടൈപ്പ് മോഡൽ കൂടിയുണ്ട്. ഇവർ താഴെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതോടെ ഒന്ന് കണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് ലൂസിഡിൻ്റെ എയർ എന്ന് പറയുന്ന ആ ഒരു സെഡാൻ. നല്ല നീളമാണ്, ടയേഴ്സൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അലോയി, ഫുൾ LED ലൈറ്റ്. ഇത് സഫയർ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലാണ്. അതാണ് ഈ കാണുന്നത്. ഇതാണ് 2 seconds കൊണ്ട് 100 kilometers വേഗത എടുക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴത്തെ ടൂറിംഗ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. വൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എയർ ടൂറിങ്. ഇതിൻ്റെ നീളവും വലിപ്പമൊക്കെ കൊണ്ടായിരിക്കും ഇത്രയും വില വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും രസമാണ്. ഹെഡ്ലാമ്പിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ ഇവിടെ ഒരു ചെറിയ ലൈനൊക്കെ ഉണ്ടല്ലോ. ഇവിടെ താങ്ങ് നോക്കിയാലേ ഹെഡ്ലാമ്പ് കാണുള്ളൂ. ഇത് 2 കോൺസെപ്റ്റ് കാറുകളാണ്. ഇത് ഇവിടുത്തെ കാലിഫോർണിയ പോലീസ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളൊരു കോൺസെപ്റ്റ്. ഇത് പക്ഷേ വിറ്റിട്ടൊന്നുമില്ല, കോൺസെപ്റ്റായിട്ട് നിൽക്കുന്നു. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഗ്രാവിറ്റി ക്രോസ്. ഇതാണ് ഇവരുടെ SUV. ഇതിനുമൊക്കെ ഏകദേശം 900 kilometers റേഞ്ച് ഉണ്ട്. ഇത് അതിൻ്റെ ഒരു ക്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫ് റോഡ് കോൺസെപ്റ്റ്. ഇതിന് 3.4 seconds ആണ് 100 kilometers സ്പീഡ് എടുക്കാൻ. ഇതിനിവിടെ പ്രോപ്പറായിട്ടുള്ള ഹെഡ്ലൈറ്റ് കാണാം. ലൂസിഡ് ഗ്രാവിറ്റി ഷോറൂം തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ ബാറ്ററിയും അതുപോലെ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചാർജിങ് സിസ്റ്റം 300 kilowatt പവർ വരെ നമുക്ക് ചാർജ് ചെയ്യാം. സ്റ്റിയറിംഗ് വീലും കൺസോളും ഒക്കെ ഇതാണ് സ്ക്രീൻ. ഇതിൻ്റെ എല്ലാം നമുക്ക് ഇവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ രസമുള്ളൊരു 3 സ്ക്രീനുകളാണ് ശരിക്കും പറഞ്ഞു. ഇനി ഇവിടത്തേക്ക് വരുമ്പോൾ ഇവിടെ അത് പൂർണ്ണമായിട്ടൊരു ക്രോസ് സെക്ഷൻ ഓഫ് ദ വെഹിക്കിൾ.
ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കുകയാണ്. സാധാരണഗതിയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നമ്മുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഓടിക്കാം, പക്ഷേ ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിജു ഓടിക്കുന്നു. ഏറ്റവും രസം ഇതിൻ്റെ ഈ ഫുൾ ഗ്ലാസ് ഏരിയ ആണ്. I like this 360 screen, especially when you're in a parking lot or parking somewhere tight. It comes in very handy. And we'll keep going straight. We'll take out of the entrance right here, and we'll take a right on the stop sign. ഫൈറ്റർ ജെറ്റിൻ്റെ ഒക്കെ പോലുള്ള ഗ്ലാസ് ഏരിയ ആണ്. ഇവിടെ ഫുൾ ഗ്ലാസ്. Comfort feel okay there, Viju? Yeah. For the driving operating system is on NVIDIA Drive. So it's on the operating system with NVIDIA, and then we're also partnering with them to achieve level 4 full self-driving. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? സ്മൂത്ത് അല്ലേ? Very heavy. ഹെവി അല്ലേ? ഹെവിനെസ് ആ ഡുവൽ മോട്ടറിൻ്റെ ഒരു സുഖം ഉണ്ടാവും. പിന്നെ വെയിറ്റും ലെങ്തും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ സസ്പെൻഷൻ നമുക്ക് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് 5 inches to 9 inches നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിന് സ്ക്രീനിൽ സ്വിച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ താഴ്ന്ന പ്രൊഫൈൽ ഓടിച്ചു നോക്കുമ്പോൾ കൂടുതൽ ഗ്രിപ്പ് കിട്ടും. മീഡിയം സ്പീഡ് എടുക്കാവുന്ന സ്വിഫ്റ്റ് മോഡിലാണ് കിടക്കുന്നത്. അല്ല, ഇതിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉള്ളിലേക്ക് ഒരു ശബ്ദവും ഇല്ല. ഈവൻ ടയർ നോയ്സ് പോലും കാര്യമായിട്ടൊന്നുമില്ല. സ്പ്രിന്റ് എന്ന് പറയുന്ന മോഡിലാണ് നമ്മൾ പോകുന്നത്. കാല് തൊടാൻ വയ്യല്ലേ? കാല് ചവിട്ടുമ്പോൾ പറക്കല്ല. ഇനിയപ്പോ ഒരു മോഡും കൂടെ ഉള്ളൂ അല്ലേ? അതോ അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ടോ മോഡ്. ഓ, ടോ മോഡാണ്. ശരി. നമ്മൾ ഓട്ടം കഴിഞ്ഞ് തിരിച്ച്